ഡോർ ഓപ്പൺ ചെയ്യണേ. വെയിറ്റ് 1 മിനിറ്റ്. റെഡി അപ്പൊ പറയണേ. പറയാം. ആ റെഡി. ഫ്യൂസ് മമ്മി മമ്മി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ കിഷൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ നോക്ക്. ഇന്ന് ഇവിടുന്ന് ഡിന്നർ കഴിച്ചില്ലെങ്കിൽ മമ്മി നിന്നോട് പണം. ഓക്കെ? വാ, നിനക്കൊരു കാര്യം കാണിച്ചു തരാം. ആനന്ദു ഏൽപ്പിച്ചിട്ട് പോയതാ. വീട്ടിലെല്ലാവർക്കും നിന്നെ കാണാൻ മോഹമുണ്ട്. നീ കരുതും പോലെ ആർക്കും നിന്നോട് ഒരു ദേഷ്യവുമില്ല. നീ വരണം. വരുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ. എന്ത് സ്നേഹം അവന് നിന്നോട്. നിനക്കൊന്ന് വീട് വരെ പോയാലെന്താ? എല്ലാവർക്കും സന്തോഷാവൂലേ? മമ്മി, അവനീ എഴുതി വച്ചിരിക്കുന്ന പോലെ അവിടെ ആരും എന്നെ കാണാൻ കൊതിച്ചിരിക്കുന്നൊന്നുമില്ല. ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നത് അവനൊരുത്തം മാത്രം. അച്ഛൻ കാണാൻ എന്നെ ഒന്ന് ചേർത്തണയ്ക്കാൻ പോലും അമ്മയ്ക്ക് ഒരിക്കലും ധൈര്യം ഉണ്ടായിട്ടില്ല. ആ അച്ഛൻ ഇനി മാറാനാവില്ല. അമ്മയ്ക്ക് ധൈര്യവും വരില്ല. എനിക്കറിയാം. കിച്ചുവിൻ്റെ ചെറിയ ചെറിയ വികൃതികൾ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ വീട് എങ്ങനെയാ മമ്മി ഈ കിഷൻജിയെ സ്വീകരിക്കുക? എനിക്കിനി ഇങ്ങനെയൊക്കെ ഒടുങ്ങിയ മാർഗമുള്ളൂ. അമ്മയുടെ സ്നേഹത്തോടെയുള്ള ഒരു തലോടൽ, അതൊരു കൊതിയായിട്ട് ഇപ്പോഴും. മോനെ വാ, ഫുഡ് കഴിക്കാം. എന്തിനായിരിക്കും അവർ മെഹബൂബിനെ കൊന്നതെന്ന് മുഹമ്മദിന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? അതെങ്കിലും അറിയാൻ ശ്രമിച്ചില്ലെങ്കിൽ മെഹബൂബിനോട് കാണിക്കുന്ന നെറിയേടാവില്ലേ മുഹമ്മദ്? അത് അവനോട് മാത്രം പ്രത്യേകിച്ച് ശത്രുത ഉണ്ടാവാൻ ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും അവരുടെ ഗാങ്ങിലുള്ള ആരെങ്കിലുമായിട്ട് മുഹമ്മദ് ഓർത്തു നോക്ക്. റെഡ്ഡിയുടെ ഗാങ്ങിലുള്ള ഒരാൾ നിക്കാഹ് കഴിക്കുന്നതുകൊണ്ടോ കുടുംബമാവുന്നതുകൊണ്ടോ ഗോവിന്ദ്ജിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. അഥവാ ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് റെഡ്ഡിക്കായിരിക്കും. റെഡ്ഡിക്ക് വേണ്ടി ഗോവിന്ദ്ജിയുടെ ആൾക്കാർ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയാത്ത എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കിടയിലുണ്ടെന്നർത്ഥം. ചിലപ്പോ നമ്മൾ കരുതുന്ന പോലെ റെഡ്ഡിയും ഗോവിന്ദ്ജിയും ശത്രുക്കളായിക്കൊള്ളണമെന്നില്ല, അല്ലേ? അതിനാര് പറഞ്ഞു നിക്കാഹ് കഴിച്ചതിനാണെന്ന്? ഒരു ഊഹം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു സത്യം, അവർക്കൊക്കെ ഈ സ്നേഹത്തെ പേടിയാണ്. പെണ്ണും കുടുംബമൊക്കെ ആവുമ്പോ ചാടി പുറപ്പെടുന്നതിന് മുമ്പേ അറിയാതെങ്കിലും ഒന്ന് മുന്നും പിന്നും ഒക്കെ ആലോചിച്ചു പോകൂലേ? അവരുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരുത്തൻ ഒരു പെണ്ണിന്റെ സ്നേഹം കൊണ്ട് എന്തെങ്കിലും മാറി ചിന്തിച്ചാൽ അവർക്കത് അപകടമല്ലേ? ഈ ഗാങ്ങുകൾ വിട്ട് പുറത്തു പോകാൻ അവർ നിങ്ങളെ ഒന്നും അനുവദിക്കില്ല മുഹമ്മദ്. രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. മുഹമ്മദിനും കിഷൻജിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു വഴി, ഈ റെഡ്ഡിയും ഗോവിന്ദ്ജിയും ഇല്ലാതാവണം.
നേരെ സർ. ഒരു തുണ്ട് കടലാസ് പോലും ബാക്കി വെക്കരുത്. ഓക്കെ സാർ. సార్ ఏంటి చావి? చావి అడుగులో నా దగ్గర లేదు. మొహమ్మద్ దగ్గర ఉంది. వాడు ఈ రోజు రాలేదు. అడిచి పొడిగలవు. కమిషనర్ వద్దు, నువ్వు అందిస్తావు. ഹലോ, ആ ഗോവിന്ദ്ജി അല്ലേ? നമസ്കാരം. ജീവൻ, സിറ്റി പോലീസ് കമ്മീഷണർ. രഹസ്യങ്ങൾ ഒരു വലിയ ഭാരം തന്നെയാണ്. കഴിയാവുന്നത്ര ഇറക്കി വെക്കുന്നത് നല്ലത്, ലവൻജി. അതുകൊണ്ട് ഞാൻ ഈ മഹേന്ദ്ര റെഡ്ഡിയെ, താങ്കളുടെ വേണ്ടപ്പെട്ട ആജന്മ ശത്രുവിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ. ബലം വെച്ചുകൊണ്ടൊന്ന് വണ്ടി കയറല്ലോ. ഗോവിന്ദ്ജി ഹാപ്പി ആണല്ലോ അല്ലേ? എന്താണാവോ? പിന്നെ പിന്നെ വായിക്കാം. താൻ ഓഫീസിൽ ചെന്ന് ഗോവയ്ക്കൊന്ന് വിളിക്കണം. സലീം ഭായി ഉടനെ അർജന്റായിട്ടൊന്ന് വിളിക്കാൻ പറയണം. വേഗം വേണം. സ്വന്തം പടയാളികളെ കൗരവസേനയ്ക്ക് വിട്ടുകൊടുത്തിട്ട് പാണ്ഡവ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്. ഗോവിന്ദ്ജിയും മഹേന്ദ്ര റെഡ്ഡിയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ ശത്രുത ഭാവിക്കേണ്ടത് ഞാനും നീയും അടങ്ങുന്ന സിസ്റ്റത്തിന്റെ ആവശ്യമായിരുന്നു. ഓരോരുത്തരും അറിയേണ്ടത് മാത്രം അറിയുന്നു, ചെയ്യേണ്ടത് മാത്രം ചെയ്യുന്നു. അങ്ങനെയാകാവൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ കൃഷ്ണന്? ഗോവിന്ദ്ജിയുടെ ഡൊമൈനിലേക്കുള്ള വാതിലാണ് റെഡ്ഡി എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ കമ്മീഷണർ ആ വഴിക്ക് ചിന്തിക്കൂ. എങ്കിലും അയാളെ നമ്മൾ നമ്മുടെ കോട്ട സുരക്ഷിതമാക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ മുഹമ്മദ് ബിരാവിനെ കൊന്നുകളാ. മുഹമ്മദിനെ എന്തിന്? എന്താടോ, എത്ര വർഷമായി താൻ എൻ്റെ കൂടെ? എന്തിനെന്നൊരു ചോദ്യം ഇത് ആദ്യമായിട്ടാണ്. ബന്ധങ്ങൾ ഹൃദയം കൊണ്ടാവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കൃഷ്ണൻ? കത്തീഡ്രലിന്റെ പിൻവശത്തൊരു കുഴവനുള്ളത് മുഹമ്മദിനല്ല മറ്റാർക്കും അറിയില്ല. അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ട്. 17 വർഷമായിട്ട് റെഡ്ഡിയുടെ കൂടെയുള്ള മുഹമ്മദിന് അയാളെ ചതിക്കാമെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ എന്റെ കൃഷ്ണൻ എന്നെയും നീ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ വിശ്വസിക്കാം. എന്നാൽ ഒരു ഉറപ്പ് വേണം എന്ന് ഗോവിന്ദ്ജി ആഗ്രഹിക്കുന്നതിലും ന്യായമില്ലേ മോനെ? ഞാനിപ്പോ എന്താ വേണ്ടേ? മുഹമ്മദ് ഇബ്രാഹിം മുത്തപ്പറായിയോ ചലംബരശനെ വിട്ട് ജയിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഗോവിന്ദ്ജിയോടുള്ള വിശ്വാസത്തെ തെളിയിക്കാൻ കിഷന് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണിത്, അല്ലേ?